സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ട്രംപിന്റെ വീമ്പ് പറച്ചിൽ വീണ്ടും പൊളിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇറാന്റെ ആക്രമണങ്ങളെ വില കുറച്ച് കണ്ട ട്രംപിന് ഇത് വലിയ തിരിച്ചടിയുമാണ്. ഇറാന്റെ ആക്രമണത്തിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് വലിയ തോതിൽ നാശനഷ്ടം സംഭവിച്ചുവെന്ന CNN-ന്റെ അന്വേഷണ റിപ്പോർട്ടാണ് ട്രംപിന് പുതിയ നാണക്കേടായി മാറുന്നത്. അതിനിടെ ഇറാന്റെ പുതിയ 14-ഇന സമാധാന നിർദ്ദേശം ഉടൻ പരിശോധിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് ട്രംപ്. ഇറാൻ മര്യാദ ലംഘിച്ചാൽ വീണ്ടും സൈനിക ആക്രമണം നടത്തുമെന്ന ഭീഷണിയും ട്രംപ് മുഴക്കുന്നുണ്ട്. അമേരിക്ക കാണിക്കുന്ന ഏത് വിഡ്ഢിത്തരത്തിനും തിരിച്ചടി കൊടുക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നാണ് ഇതിനോടുള്ള ഇറാന്റെ പ്രതികരണം. അതേസമയം തന്നെ ഇറാൻ യുദ്ധത്തിൽ പങ്കുചേരാതെ നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ കൂടുതൽ അകറ്റുകയാണ് ട്രംപ്. ഏറ്റവും ഒടുവിലായി ട്രംപ് ഉടക്കിയിരിക്കുന്നത് ജർമ്മൻ ചാൻസലറായ ഫ്രീഡറിക് മെർസിനോടാണ്. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് കൃത്യമായ ലക്ഷ്യമോ പുറത്തു കടക്കാനുള്ള തന്ത്രമോ ഇല്ലെന്ന് മെഴ്സ് വിമർശിച്ചതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ഇതോടെ ജർമ്മനിയിൽ നിന്ന് 5000 അമേരിക്കൻ സൈനികരെ പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ട്രംപ്. പ്രതീക്ഷിച്ച നടപടി തന്നെയാണ് എന്നാണ് ഇതിനോടുള്ള ജർമ്മനിയുടെ പ്രതികരണം. അതായത് സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്ക് പിന്നാലെ ജർമ്മനിയും നേരിട്ട് തന്നെ അമേരിക്കൻ വിരുദ്ധ ചേരിയിലേക്ക് മാറിയ സാഹചര്യമാണ് ഇപ്പോൾ ലോകരാഷ്ട്രീയത്തിൽ കാണാനാകുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ മനംമാറ്റത്തിന് പിന്നിൽ ഇറാന്റെ നയതന്ത്ര കൗശലം കൂടിയുണ്ട് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. ഇറാനുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ റിപ്പോർട്ടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ഇറാൻ സൃഷ്ടിച്ച ആഘാതത്തെക്കുറിച്ച് CNN പുറത്തുവിട്ട അന്വേഷണാത്മക റിപ്പോർട്ട് നമുക്ക് പരിശോധിക്കാം. സത്യത്തിൽ ഈ റിപ്പോർട്ട് ലോകത്തെ ആകെ അമ്പരപ്പിക്കുന്നതാണ് എന്ന് തന്നെ പറയാം. ഇറാന്റെ മിസൈലുകൾ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ വളരെ ഗുരുതരമായ ആഘാതം ഉണ്ടാക്കിയെന്നാണ് CNN റിപ്പോർട്ട് പറയുന്നത്. 8 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കുറഞ്ഞത് 16 അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെങ്കിലും ഇറാൻ ലക്ഷ്യമിട്ടു. ഇത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ നടന്ന ഏറ്റവും വ്യാപകമായ ആക്രമണങ്ങളിൽ ഒന്നാണെന്ന് CNN റിപ്പോർട്ട് അടിവരയിടുന്നു. പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ വളരെ കഠിനമാണ് എന്നും ഇത് അമേരിക്കൻ താവളങ്ങളെ പ്രവർത്തനരഹിതമാക്കിയെന്നും റിപ്പോർട്ട് പറയുന്നു. അമേരിക്കയിലെയും പശ്ചിമേഷ്യയിലെയും ചില സോഴ്സുകളിൽ നിന്നുള്ള വിവരങ്ങളും ഡസൻ കണക്കിന് സാറ്റലൈറ്റ് ചിത്രങ്ങളും അടിസ്ഥാനമാക്കിയാണ് CNN ഈ ആധികാരികമായ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. സാധാരണ കെട്ടിടങ്ങൾക്കപ്പുറം അതീവ പ്രാധാന്യമുള്ള സൈനിക സംവിധാനങ്ങൾ ഇറാൻ തകർത്തു. കൃത്യമായി പറഞ്ഞാൽ അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ, റൺവേകൾ, വിമാനങ്ങൾ, വാർത്താവിനിമയ സൗകര്യങ്ങൾ, കമാൻഡ് സെന്ററുകൾ, വെയർഹൗസുകൾ, വിമാനം പാർക്ക് ചെയ്യുന്ന ഹാങ്ങറുകൾ, ഇന്ധന സംഭരണികൾ, കൂടാതെ മറ്റ് നിർണായക സൈനിക ആസ്തികൾ എന്നിവയുൾപ്പെടെയുള്ള തന്ത്രപ്രധാന ലക്ഷ്യങ്ങളിലാണ് ഇറാന്റെ ആക്രമണങ്ങൾ കേന്ദ്രീകരിച്ചത് എന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നതായി CNN റിപ്പോർട്ട് പറയുന്നു. ഇറാനിയൻ ആക്രമണങ്ങൾ അമേരിക്കൻ താവളങ്ങളിലെ 100-ലധികം കേന്ദ്രങ്ങളെ വലിയ തോതിൽ ബാധിച്ചുവെന്നും നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത് എന്നും അമേരിക്കയുടെ മുതിർന്ന ദേശീയ സുരക്ഷാ അനലിസ്റ്റിനെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്യുന്നു. അറ്റകുറ്റപ്പണികൾക്ക് മാത്രം $5 ബില്യൺ വരെ, അതായത് 48,000 കോടി രൂപയുടെ ചെലവ് വന്നേക്കാമെന്ന് ഇതിനെക്കുറിച്ച് തന്നെയുള്ള NBC ന്യൂസിന്റെ മറ്റൊരു റിപ്പോർട്ട് പറയുന്നു. ഇറാൻ ഏൽപ്പിച്ച ഈ ആഘാതം പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സാന്നിധ്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു എന്നാണ് CNN റിപ്പോർട്ട് പറയുന്നത്. ഇത്രയും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചത് പശ്ചിമേഷ്യൻ സഖ്യരാജ്യങ്ങൾക്ക് അമേരിക്കൻ സൈന്യം നൽകുമെന്ന് വിചാരിച്ചിരുന്ന സുരക്ഷയെക്കുറിച്ച് വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. അതായത് അമേരിക്കൻ സൈന്യത്തിന് തന്നെ തങ്ങളുടെ താവളങ്ങൾ സുരക്ഷിതമാക്കാൻ കഴിഞ്ഞില്ല, പിന്നെ എങ്ങനെ സഖ്യരാജ്യങ്ങളെ സുരക്ഷിതമാക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഇറാനുമായുള്ള പിരിമുറുക്കം തുടരുന്ന സാഹചര്യത്തിൽ മേഖലയിലെ അമേരിക്കൻ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള ചർച്ചകൾ വാഷിംഗ്ടണിൽ ശക്തമാകാൻ ഈ കണ്ടെത്തലുകൾ കാരണമാകും എന്ന് ഉറപ്പാണെന്ന് ചാനൽ റിപ്പോർട്ട്, അതായത് CNN റിപ്പോർട്ട് വിലയിരുത്തുന്നു. ഇതോടെ ട്രംപിൻ്റെയും അമേരിക്കയുടെയും വീമ്പുകളെല്ലാം പൊളിഞ്ഞ് അടങ്ങുകയാണ്. ഇറാൻ ആക്രമണത്തിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് പെൻറ്റഗണും അമേരിക്കയുടെ ഔദ്യോഗിക റിപ്പോർട്ടുകളും ട്രംപും തന്നെ പറഞ്ഞിരുന്നത്. എന്നാൽ CNN ഉപഗ്രഹ ചിത്രങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് നടത്തിയ അന്വേഷണം ഇറാന്റെ സൈനിക പ്രഹരശേഷി എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരുന്നു. ഒപ്പം അമേരിക്കൻ കള്ളങ്ങളെ തുറന്നു കാട്ടുകയും ചെയ്യുന്നു. ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ വളരെ കൃത്യമായി പതിച്ചതാണ് ഇത്രയും വലിയ ആഘാതത്തിന് കാരണമായത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വലിയ തോതിൽ പരാജയപ്പെട്ടുവെന്നും ഇതിൽ നിന്ന് നമ്മൾ അനുമാനിക്കണം. മാത്രമല്ല വിവിധ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അമേരിക്കൻ ആസ്തികൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ ഇറാന്റെ തിരിച്ചടി നടപടികളുടെ വിശാലമായ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തി അടയാളപ്പെടുത്തുന്നു എന്നും നമുക്ക് പറയാം.
ഇറാൻ തിരിച്ചടി വ്യക്തമായ ആസൂത്രണത്തിനും നിരീക്ഷണത്തിനും ശേഷം നടത്തിയ ആക്രമണമാണ് എന്നുള്ള കാര്യവും വ്യക്തമാണ്. CNN പുറത്തുവിട്ട റിപ്പോർട്ടും മറ്റ് പ്രതിരോധ വിശകലന വിദഗ്ധരും ഈ വിഷയത്തിൽ വിരൽ ചൂണ്ടുന്നത് ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യയിൽ വന്ന വൻ കുതിച്ചുചാട്ടത്തെക്കുറിച്ചാണ്. അമേരിക്കയുടെ അതിശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് 16ഓളം താവളങ്ങളിൽ അതീവ കൃത്യതയോടെ മിസൈലുകൾ പതിപ്പിക്കാൻ ഇറാന് സാധിച്ചു. ഇത് കേവലം ഭാഗ്യം കൊണ്ടല്ല, മറിച്ച് അത്യാധുനിക സാറ്റലൈറ്റ് ഗൈഡൻസ് ഉപയോഗിച്ചാണ് എന്നാണ് CNN റിപ്പോർട്ടർ തമാര ഗിബ്ലാവി, അതായത് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടർ പറയുന്നത്. ചൈനീസ് ചാര ഉപഗ്രഹം നൽകിയ കൃത്യമായ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇറാൻ അമേരിക്കൻ ആസ്തികൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ള നേരത്തെ വന്ന റിപ്പോർട്ട് സാധൂകരിക്കുന്നതാണ് CNN ഈ അന്വേഷണ റിപ്പോർട്ട് എന്ന് നമുക്ക് പറയാം. മാത്രമല്ല, റഷ്യൻ ഉപഗ്രഹങ്ങളുടെ സഹായവും ഇറാന് ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടും നേരത്തെ പുറത്തു വന്നതാണ്. അതായത് ഇറാൻ, ചൈന, റഷ്യൻ സഖ്യം അമേരിക്കയ്ക്കെതിരെ എത്രത്തോളം ഇഫക്റ്റീവായി വർക്ക് ചെയ്തു എന്നതും ഈ വിവരങ്ങളിൽ നിന്ന് വ്യക്തമാവുകയാണ്. എന്നാൽ ഇറാൻ അവകാശപ്പെടുന്നത് തങ്ങളുടെ മിസൈൽ കൃത്യത പൂർണ്ണമായും തദ്ദേശീയമായ ഗവേഷണത്തിലൂടെ കൈവരിച്ചത് ആണ് എന്നാണ്. ഇറാന്റെ ഖൈബർ ഷെഗൻ പോലുള്ള അത്യാധുനിക മിസൈലുകൾക്ക് അമേരിക്കൻ പ്രതിരോധ കവചങ്ങളെ തുളച്ചുകയറാൻ ശേഷിയുണ്ടെന്ന് നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. CNN റിപ്പോർട്ട് വന്നത് നാണക്കേടായെങ്കിലും ഇറാന് കൃത്യമായ വിവരങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്നതാണ് പെൻറ്റഗണിനെ ഇപ്പോൾ കുഴപ്പിക്കുന്നത്. ചൈനീസ് ചാര ഉപഗ്രഹ ദൗത്യത്തെ പെൻറ്റഗൺ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഉപഗ്രഹ സഹായം കൂടാതെ താവളങ്ങൾക്കുള്ളിലെ തന്നെ വിവരങ്ങൾ മറ്റേതെങ്കിലും രീതിയിൽ ചോർന്നിട്ടുണ്ടോ എന്നാണ് അമേരിക്കൻ കേന്ദ്രങ്ങൾ ഇപ്പോൾ സംശയിക്കുന്നത്. യഥാർത്ഥത്തിൽ ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെഴ്സ് ഇറാൻ യുദ്ധത്തെക്കുറിച്ച് നടത്തിയ കടുത്ത വിമർശനങ്ങളെ ഏതാണ്ട് പൂർണ്ണമായും ശരിവയ്ക്കുന്നതാണ് CNN അന്വേഷണ റിപ്പോർട്ട് എന്ന് നമുക്ക് നോക്കിക്കാണാം. അമേരിക്കൻ സൈന്യം ഇറാനാൽ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു മെഴ്സിൻ്റെ പ്രധാന ആരോപണം. പശ്ചിമേഷ്യയിലെ പ്രധാന അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇറാന്റെ ആക്രമണത്തിൽ തകർന്നു എന്ന CNN റിപ്പോർട്ട് ഈ അപമാനത്തെ, അതായത് മെഴ്സ് പറഞ്ഞ അപമാനത്തെ അടിവരയിടുന്നു. ലോകശക്തിയായ അമേരിക്കയുടെ പ്രതിരോധ കവചങ്ങളെ തുളച്ചു കയറാൻ ഇറാന് സാധിച്ചു എന്നത് മെഴ്സിൻ്റെ നിരീക്ഷണത്തിന് ബലം നൽകുകയും ചെയ്യുന്നു. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് കൃത്യമായ പ്ലാൻ ഇല്ലെന്ന മെഴ്സിൻ്റെ വാദവും CNN റിപ്പോർട്ട് ശരിവയ്ക്കുന്നു. അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടായിട്ടും സ്വന്തം ആസ്തികൾ സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ്. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സാന്നിധ്യം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന CNN നിഗമനം മെഴ്സ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയ കാര്യവുമാണ്. ഇറാൻ യുദ്ധത്തെക്കുറിച്ചും അമേരിക്കൻ പരാജയത്തെക്കുറിച്ചും സത്യസന്ധമായ വിലയിരുത്തൽ മെഴ്സ് നടത്തിയതുകൊണ്ടാണ് ട്രംപ് ഇത്രയധികം പ്രകോപിതനായത് എന്നാണ് വിശകലന വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. തൻ്റെ പരാജയം സഖ്യകക്ഷി തന്നെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയതാണ് ട്രംപിൻ്റെ ജർമ്മനിയുമായുള്ള ഉടക്കിനും സൈന്യത്തെ പിൻവലിക്കാനുമുള്ള കാരണമായി, അതിൽ പ്രധാന കാരണമായി മാറിയിരിക്കുന്നത്. സത്യത്തിൽ ജർമ്മൻ ചാൻസലർ പറഞ്ഞത് വെറും ഒരു രാഷ്ട്രീയ വിമർശനമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. ഇതാണ് CNN റിപ്പോർട്ടും പറയുന്നത്. എന്തായാലും ഗ്രീൻലാൻഡ് വിഷയത്തിന് ശേഷം യൂറോപ്പിനെ ആകെ ഇറാൻ വിഷയത്തിലും ട്രംപ് വെറുപ്പിക്കുകയാണ്. മെഴ്സിൻ്റെ വിമർശനത്തിൽ കലിപൂണ്ടാണ് ട്രംപ് ജർമ്മനിയിൽ നിന്ന് അമേരിക്കൻ സൈനികരെ പിൻവലിക്കാൻ ഉത്തരവിട്ടത്. സൈന്യത്തെ പിൻവലിക്കുന്ന തോത് ഇനിയും കൂട്ടുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് മെഴ്സ് പിന്തുണയ്ക്കുന്നു എന്നുവരെ ട്രംപ് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്പെയിനിൽ നിന്നും ഇറ്റലിയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ട്രംപിൻ്റെ ഈ നീക്കങ്ങളെയെല്ലാം യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഗ്രീൻലാൻഡ് വിഷയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപിനെതിരെ ഉറച്ചതും ഒത്തൊരുമയുള്ളതുമായ നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നതും നമ്മൾ നോക്കിക്കാണണം. ഇതിന് സ്പെയിനും ഫ്രാൻസുമാണ് ഈ നിലപാട് രൂപീകരണത്തിന് നേതൃത്വം നൽകുന്നത്. നികുതി ഭീഷണിയും സൈനിക പിന്മാറ്റവും വഴി യൂറോപ്പിനെ സമ്മർദ്ദത്തിലാക്കാമെന്നാണ് ട്രംപ് കരുതിയത്. അതുവഴി യൂറോപ്പിനെ വരുതിയിലാക്കാമെന്നും ട്രംപ് വിചാരിച്ചു. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ട് പിന്നോട്ട് പോകുന്നതിന് പകരം തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്നുള്ള സൂചന ട്രംപിൻ്റെ തന്ത്രങ്ങൾ പാളുന്നതിൻ്റെ സൂചനയാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ യൂറോപ്പും നികുതി ചുമത്തിയാൽ, അതായത് തിരിച്ച് നികുതി ചുമത്തിയാൽ, അത് അമേരിക്കൻ കർഷകരെയും വ്യവസായികളെയും വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കും. നവംബറിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ അത് ട്രംപിന് വലിയ തിരിച്ചടിയായി മാറുക തന്നെ ചെയ്യും. മാത്രമല്ല, അമേരിക്കയുമായി അകലുന്ന യൂറോപ്പ് സ്വാഭാവികമായും ചൈനയുമായി കൂടുതൽ വ്യാപാര കരാറുകളിൽ ഏർപ്പെടും. കാനഡ ചൈനയുമായി ഇപ്പോൾ അടുത്ത ബന്ധം പുലർത്തുന്ന പാതയിലാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ചൈനയെ ഒറ്റപ്പെടുത്തുക എന്ന ട്രംപിൻ്റെ ലക്ഷ്യത്തിന് വിപരീതമായി കാനഡയെപ്പോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ചിന്തിച്ചു തുടങ്ങിയാൽ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറും, സാമ്പത്തികമായി വലിയ തിരിച്ചടിയായി മാറും. ചുരുക്കത്തിൽ യൂറോപ്പ് ഒരുമിച്ച് നിൽക്കുന്നത് വഴി അമേരിക്കയുടെ ആഗോള മേധാവിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്ന് പറയാം. പുതിയൊരു സാമ്പത്തിക പ്രതിരോധ ബ്ലോക്ക് രൂപപ്പെടുന്നു എന്നും അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ചൈനയ്ക്കും ഇറാനും ഈ ബ്ലോക്കിൽ കൂടുതൽ നയതന്ത്ര ഇടം ലഭിക്കുന്നു എന്നതും
അമേരിക്കൻ അനുകൂല നയതന്ത്രജ്ഞരെ പേടിപ്പിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളുമായി കൂടുതൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ഇറാൻ പരിശ്രമിക്കുന്നതും അത് പല തലങ്ങളിൽ വിജയം കാണുന്നതും പുതിയ സമവാക്യങ്ങളുടെ സൂചനയാണ്. അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ഭിന്നത പരമാവധി മുതലാക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം. ട്രംപ് തള്ളിക്കളഞ്ഞ ഇറാന്റെ 14 നിർദ്ദേശങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുന്നിൽ ഇറാൻ സജീവമായി അവതരിപ്പിക്കുന്നുണ്ട് എന്നതും നമ്മൾ നോക്കിക്കാണണം. തങ്ങൾ സമാധാനത്തിന് തയ്യാറാണ് എന്നും എന്നാൽ അമേരിക്കയാണ് യുദ്ധം ആഗ്രഹിക്കുന്നത് എന്നുമാണ് ഇറാൻ ഇതിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളെ, പ്രത്യേകിച്ചും സ്പെയിൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൂടി പങ്കാളിത്തം നൽകാമെന്നും ഇറാൻ വാഗ്ദാനം ചെയ്യുന്നതായി ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. ട്രംപ് പശ്ചിമേഷ്യയിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇറാനെ വളയുമ്പോൾ ഇറാൻ യൂറോപ്പിൽ നയതന്ത്ര ബന്ധങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയെ പ്രതിരോധിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുക. എന്തായാലും അമേരിക്കയ്ക്കെതിരെ വ്യക്തമായ മുന്നൊരുക്കങ്ങളാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് മുതിർന്നാൽ കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇറാന്റെ നീക്കം. കൃത്യമായ ലക്ഷ്യത്തോടുകൂടിയുള്ള നിരീക്ഷണത്തോടുകൂടിയുള്ള തിരിച്ചടി നൽകാനാണ് ഇറാന്റെ നീക്കം. ഹോർമൂസ് ഉപരോധം അമേരിക്ക തുടർന്നാലും ഇറാൻ തിരിച്ചടി നൽകും എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.